പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ വലിയവനായ കർത്താവ് എനിക്ക് അവസരം തന്നതിനായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് അവസരം തന്ന ഇതിന്റെ അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ സുരേഷ് കർത്താവിന്റെ ദാസിയോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഗ്രൂപ്പിലെ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ്. ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32 അധ്യായത്തിന്റെ 27 വാക്യം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണിത്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സാധിക്കാത്തതായി അല്ലെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ ഉടനീളം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നു. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന യേശു കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. അതാണ് പ്രവാചക പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്. ആമേൻ. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. നമ്മുടെ സൃഷ്ടാവാം ദൈവം, ഹല്ലേലൂയ, നമ്മുടെ രക്ഷകനാം ദൈവം, ആമേൻ, നമുക്ക് വേണ്ടി ജീവൻ തന്നവനായ ദൈവം, ഹല്ലേലൂയ. ഈ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യർക്ക് സകലവും അസാധ്യമാണ്. മനുഷ്യർക്ക് സാധിക്കില്ല പല കാര്യങ്ങളും. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് സകലവും സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് ദൈവവചനത്തിലൂടെനീളം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തി, ദൈവം ചെയ്ത ഒരു അത്ഭുതം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ്, ഹല്ലേലൂയ, അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ ചെയ്ത അത്ഭുതത്തെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായത്തിൽ നാം വായിക്കുകയാണെങ്കിൽ അവിടെ യേശു കർത്താവ് ചെയ്ത അത്ഭുതം, ആമേൻ, കർത്താവ് ചെയ്ത വലിയ ഒരു പ്രവൃത്തിയെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. അടയാളങ്ങളുടെ ആരംഭമായി, ആമേൻ, ഒന്നാമത്തെ അത്ഭുതമായി യേശു കർത്താവ് ചെയ്ത അത്ഭുതമാണ്. ആമേൻ. വലിയൊരു പ്രവൃത്തിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നത്. ആമേൻ. വെള്ളം വീഞ്ഞാക്കിയത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ഭാഗം, ആമേൻ, ആഴമായി ചിന്തിക്കുകയാണെങ്കിൽ, അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാരുടെ, ആമേൻ, കല്യാണ സദ്യയിൽ ഏറ്റവും അതിപ്രധാനമായ വിഭവങ്ങളിൽ ഒന്നായിരുന്നു അവിടുത്തെ വീഞ്ഞ് എന്നുള്ളത്. ആമേൻ. ആ വീഞ്ഞ് അവിടെ തീർന്നു പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ആ കലവറക്കാരൻ അല്ലെങ്കിൽ ആ വിരുന്നിന്റെ, ആമേൻ, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, ഹല്ലേലൂയ, ആമേൻ, വളരെ നിരാശപ്പെട്ടിരുന്നിരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവിടെ വളരെ നിരാശയോടെ ആയിരിക്കാം. എന്ത് ചെയ്യും? തുടർന്നുള്ള കാര്യങ്ങൾ ബാക്കി എങ്ങനെ, ഹല്ലേലൂയ, അത് വിളമ്പി എത്തിക്കും? ആമേൻ. അവിടെ പ്രധാനപ്പെട്ട സംഭവം തീർന്നു പോയല്ലോ എന്ന്. ആമേൻ. ആ ഉടമസ്ഥന്റെ, ആ വ്യക്തിയുടെ കണക്ക് കൂട്ടലുകൾക്ക് അവിടെ തെറ്റുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരുടെ കണക്ക് കൂട്ടലുകളെ തെറ്റുമ്പോൾ, ഹല്ലേലൂയ, അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ സന്ധ്യാസമയത്ത് പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ സമയത്ത് എനിക്കും പറയുവാനുള്ളത്, നിന്റെയും എന്റെയും ജീവിതത്തിലെ കണക്കുകൂട്ടലുകളെ തെറ്റുമ്പോൾ, ഹല്ലേലൂയ, ഞാനും നീയും പലതും ചിന്തിക്കും. ഇന്നതുപോലെ നടത്താം, അല്ലെങ്കിൽ ഇപ്രകാരം ചിന്തിക്കാം, അത് ഇപ്രകാരമായി തീരും എന്നൊക്കെ നാം പല വിഷയങ്ങൾ നാം കണക്ക് കൂട്ടി വെച്ചിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ ഇപ്രകാരമാണ് പ്രിയരെ. ഹല്ലേലൂയ. ആ കല്യാണ വീട്ടിൽ, ഹല്ലേലൂയ, പ്രധാനപ്പെട്ട ഒന്നായി അവിടുത്തെ വീഞ്ഞ് തീർന്നു പോയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ വീഞ്ഞ് തീർന്നെങ്കിലും അവിടെ പ്രധാനപ്പെട്ട അതിന്റെ ഉടമസ്ഥൻ നിരാശപ്പെടുവാൻ ഇടയായി തീർന്നായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ യേശുവിന്റെ അമ്മയും, ആമേൻ, അവിടെ ശിഷ്യന്മാരെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, യേശു കർത്താവ് അവിടെ വെള്ളം, ആമേൻ, വീഞ്ഞാക്കിയതാ കാണുന്നു. അവിടെ ശുദ്ധീകരണം അല്ലെങ്കിൽ അവരുടെ നിയമപ്രകാരം കാല് കഴുകുന്ന, അല്ലെങ്കിൽ ഒരിക്കലും അകത്ത് കയറുവാൻ കഴിയാത്ത ആ ഒരു കൽപാത്രങ്ങളിൽ, ആമേൻ, അവിടെ കാല് കഴുകുവാനായി അകത്തേക്ക് കയറുവാൻ ഉപയോഗിച്ചിരുന്ന കൽപാത്രത്തിൽ അവിടെ വെള്ളം നിറയ്ക്കുവാനും, ഹല്ലേലൂയ, ആ കൽപാത്രങ്ങളിൽ അവിടെ വെള്ളം നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നീയും, ഹല്ലേലൂയ, വളരെ നിരാശപ്പെടുന്ന പല വിഷയങ്ങൾ, ഹല്ലേലൂയ, നിരാശയോടെ ആയിരിക്കുന്ന പല സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ഒരിക്കലും നടക്കുകയില്ലെന്നും ഒരിക്കലും
അത് സാധിക്കുകയില്ലെന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ കർത്താവ് വിചാരിക്കാൻ സാധിക്കാത്തത് ഒന്നുമില്ല. ഹല്ലേലൂയ ഇവിടെ ആ വെള്ളം വീഞ്ഞാക്കിയതായി കാണുന്നു. ആമേൻ. അതുവരെ ഉണ്ടായിരുന്ന വീഞ്ഞിനേക്കാൾ രുചിയേറിയതും ടേസ്റ്റ് ഏറിയതും ഹല്ലേലൂയ മണമുള്ളതും ഹല്ലേലൂയ ആമേൻ രുചിയുള്ള ആ വീഞ്ഞിനെ അവിടെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ്. ഹല്ലേലൂയ പലപ്പോഴും നാം കരുതുന്നതിനേക്കാളും നാം മുൻപിൽ കരുതി വെച്ചിരുന്നതിനേക്കാളും ഹല്ലേലൂയ അതിലും ശ്രേഷ്ഠമേറിയതാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ അതുകൊണ്ട് യേശുവിന് ഹല്ലേലൂയ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ. ഇവിടെ നിന്ന് ഞാനൊരു സന്ദേശം അറിയിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ഹല്ലേലൂയ നിന്റെ വിചാരങ്ങൾ തെറ്റുമ്പോൾ ഹല്ലേലൂയ ഇപ്രകാരമായി തീരും, ഇപ്രകാരം ചെയ്താൽ കൊള്ളാം, ഇപ്രകാരം എന്റെ വിഷയങ്ങളൊക്കെ നടക്കുമെന്ന് പലപ്പോഴും നീ കണക്ക് കൂട്ടി വയ്ക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നീ കണക്ക് കൂട്ടി വെച്ചതിനപ്പുറം ഹല്ലേലൂയ നീ ഇപ്രകാരം എനിക്ക് ആയിത്തീരുവാൻ കഴിയും, ഇപ്രകാരം എന്റെ വിഷയത്തിന്മേൽ ഒരു വിടുതലുണ്ടെന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളില്ലയോ? ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നീയും ഞാനും കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ഹല്ലേലൂയ കരുതി വെച്ച പല വിഷയങ്ങൾ ഹല്ലേലൂയ ഇപ്രകാരമായിത്തീരും, എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം പരാജയപ്പെട്ടു പോകുന്ന മണ്ഡലങ്ങളിലെയോ ഹല്ലേലൂയ പൊട്ടു പോകുന്ന സാഹചര്യത്തിൽ ആ സ്ഥാനത്താണ് യേശു കർത്താവ് ഇറങ്ങുന്നത്. ഹല്ലേലൂയ ഇവിടെ കാനാവിലെ വീട്ടിൽ ഹല്ലേലൂയ കല്യാണ വീട്ടിൽ അവിടുത്തെ വിഭവമായ പ്രധാനപ്പെട്ടത് വീഞ്ഞു തീർന്നുപോയതായി കാണുന്നു. ആമേൻ. ഹല്ലേലൂയ ആ വീഞ്ഞു തീർന്നു പോയപ്പോൾ വളരെ നിരാശപ്പെട്ടു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ ആമേൻ എനിക്ക് പറയുവാനുള്ള ഒരു സന്ദേശം, ഹല്ലേലൂയ യേശു കർത്താവിനൊന്നും അസാധ്യമായതില്ല. ഹല്ലേലൂയ യേശുവിനെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ ഞാനും നീയും സേവിക്കുന്ന ദൈവത്തെ കൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 11-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുന്നു, അവിടെ ലാസർ മരിച്ച ഭാഗം. ഹല്ലേലൂയ എന്നാൽ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ നാറ്റം വെച്ച നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ നീ ഏത് വിഷയത്തിനാണോ നിരാശപ്പെടുന്നത്, ഏത് പ്രശ്നത്തിനാണോ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്നത്, ഹല്ലേലൂയ ആമേൻ ഏത് വിഷയമാണോ, ഏത് ആവശ്യമാണോ എനിക്കിനി ഇതിനും കൊണ്ട് സാധിക്കത്തില്ല, ഈ പ്രശ്നത്തിനൊരു മറുപടി ഉണ്ടാകുമോ, ഈ വിഷയത്തിനൊരു ഉയർപ്പുണ്ടാകുമോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ദൈവപൈതലേ ഹല്ലേലൂയ നിന്നെ നോക്കി കർത്താവിന് പറയുവാനുള്ളത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നീ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും നാളുകളായി ഈ വിഷയത്തിന് വേണ്ടി ഉപവസിച്ചിട്ടും വളരെ ദാഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നിട്ടും നടക്കാത്ത ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ എന്നെ ആര് സഹായിക്കും, എന്നെ ആര് വിടുവിക്കും, എന്റെ വിഷയത്തിൽ ആരിറങ്ങി വരും, എന്നെ സഹായിപ്പാൻ ആരാണുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഞാനും നീയും സേവിക്കുന്ന ദൈവത്തെ കൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രിയരെ. ഹല്ലേലൂയ അതാണ് വചനത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവന് സകലവും സാധ്യമെന്ന്. ഹല്ലേലൂയ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് നീയും ഞാനും വിശ്വസിച്ചാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ ഇതുപോലെ നീറിപ്പോകുന്ന പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഈ ലൈവിൽ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആമേൻ നാളുകളായി ഹല്ലേലൂയ പലരുടെയും ചോദ്യചിഹ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ എന്റെ ഭാവി എന്താവും, എന്റെ തലമുറയുടെ വിദ്യാഭ്യാസം ഹല്ലേലൂയ ഭാവിയെ ഓർത്തുകൊണ്ട്, സാമ്പത്തിക വിഷയത്തെ ഓർത്തുകൊണ്ട്, ആമേൻ രോഗത്തെ ഓർത്തുകൊണ്ട് നിരാശപ്പെടുന്ന ദൈവവൈതലേ ആമേൻ എന്റെ വിഷയത്തിന്മേൽ ആര് സഹായിക്കും, എന്റെ വിഷയത്തിന്മേൽ ആരിറങ്ങി വരും, എന്നെ സഹായിപ്പാൻ ആരാണുള്ളതെന്ന് നിരാശപ്പെടുമ്പോൾ ഹല്ലേലൂയ നീ പലപ്പോഴും രാത്രിയുടെ കിടക്കയിൽ ഹല്ലേലൂയ മറഞ്ഞും തിരിഞ്ഞും കിടന്നുകൊണ്ട് എന്നെ സഹായിപ്പാൻ ആരാണുള്ളത്, എന്റെ വിഷയത്തിൽ ആരെന്നെ രക്ഷിക്കുമെന്ന് നിരാശയോടെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറില്ലയോ? ഹല്ലേലൂയ കർത്താവിന് പറയുവാനുള്ളത്, നിന്റെ വിഷയത്തിന്മേൽ യേശു മതിയായവനാണ്, നിന്റെ ഏത് പ്രശ്നത്തിനും യേശു കർത്താവ് മതിയായവനാണ് പരിഹരിക്കുവാൻ. ഹല്ലേലൂയ ഞാനും നീയും സേവിക്കുന്ന കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഈ ലൈവിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ആമേൻ നിന്റെ ഭാരമേറുന്ന വിഷയം എന്താണോ, നിന്റെ ആവശ്യം എന്താണോ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ ഇവിടെ ലാസറിന്റെ ഭവനത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ അവിടേക്ക് ഒന്ന് കടന്നു ചെന്നാൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ലാസർ രോഗിയായിരുന്നപ്പോൾ യേശു കർത്താവിനോട് അറിയിച്ചിരുന്നു, യേശു കർത്താവ് ചെന്നില്ല. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്.
ആമേൻ. ഹല്ലേലൂയ. മരിച്ചു 3-ാം ദിവസവും ചെന്നില്ല. 4-ാം ദിവസം ഹല്ലേലൂയ ആമേൻ അവിടെ കടന്നു ചെന്നതായി കാണുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഭാഗമാണ്. ഞാൻ അങ്ങോട്ടൊന്നും വായിക്കുന്നില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്നത് ഹല്ലേലൂയ യേശു കർത്താവ് 4-ാം ദിവസം അവിടെ കടന്നു ചെന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് കണ്ണുനീർ വാർത്തതായി കാണുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാരമേറുന്ന വിഷയത്തിന്മേൽ ഹല്ലേലൂയ, നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കഴിഞ്ഞ നാളുകളിൽ ആരും കാണാതെ തേങ്ങിക്കരയുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ, എന്നെ ആരാണ് സഹായിക്കുന്നത്? ഇനി എനിക്കൊരു ഉയർപ്പുണ്ടാകുമോ? എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമോ? എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് നീ നിരാശപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്തതായി, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ ഉടനീളം നാം പരിശോധിച്ചാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് വചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു കർത്താവ് ചെന്നു. അവിടെ കൂടെ കരഞ്ഞവരോടുകൂടി യേശു കരഞ്ഞതായി കാണുന്നു. ആമേൻ. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ചു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലാസർ പുറത്തു വന്ന ഭാഗം നമുക്ക് അറിയാവുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാറ്റം വെച്ച വിഷയത്തിലും യേശു പ്രവർത്തിക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം നാറ്റം വെച്ചോ? ഹല്ലേലൂയ. നിന്റെ വിഷയം നാറ്റക്കേസായോ? ഹല്ലേലൂയ. നിന്റെ തലമുറയെ ഓർത്തുകൊണ്ട്, നിന്റെ ഭാവിയെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, അനുസരണയില്ലാത്ത, മാതൃകയില്ലാത്ത ജീവിതത്തിൽ ആമേൻ മുന്നേറുന്ന കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഏത് വിഷയത്തിനാണോ നീ ഞെരുങ്ങുന്നത്? ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടവരായി ഹല്ലേലൂയ നിരാശയോടെ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ, ഇന്ന് ആമേൻ ഈ സമയത്ത് എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിന്റെ വിഷയത്തിന്മേൽ യേശു പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ലാസറിനെ ഉയർപ്പിച്ചതായി കാണുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ, അവിടെയെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന് കഴിയാത്ത ഒന്നുമില്ല, യഹോവയ്ക്ക് കഴിയാത്ത ഒന്നുമില്ലെന്ന് ഹല്ലേലൂയ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിച്ചു വരുമ്പോൾ അവിടെ ഒരു കുരുടന് കാഴ്ച കൊടുത്തതായി കാണുന്നു. തീമായുടെ മകനായി ബർത്തിമായി. ഹല്ലേലൂയ. ആമേൻ. വളരെ നിരാശപ്പെട്ട സാഹചര്യം, കാഴ്ചയില്ലാതെ ആമേൻ യേശു ആ വഴി കടന്നു വരുന്നു എന്ന ശ്രുതി കേട്ടപ്പോൾ ആമേൻ അവന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആമേൻ. ബർത്തിമായിക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വഴിയെ കടന്നു വരുന്നവന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, എന്റെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഈ സമയത്ത് ലൈവിൽ എന്നെ ശ്രവിക്കുന്നവരെ, നിന്റെ പ്രശ്നം ആർക്കും പരിഹരിക്കുവാൻ കഴിയുകയില്ലയെന്നോ നീ നിരാശപ്പെടുമ്പോൾ, എന്നെ സഹായിപ്പാൻ ആരുമില്ലയോ, ആമേൻ, എന്റെ വിഷയം ആരും കാണുന്നില്ലയോ, എന്റെ അവസ്ഥ ആരും കാണുന്നില്ലയോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലയോ എന്ന് നീ തേങ്ങുന്ന ഹല്ലേലൂയ ഉള്ളം തേങ്ങുമ്പോൾ, നിന്റെ സാമ്പത്തിക പരാജയത്തെ പോലും യേശു മാറ്റുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ആമേൻ. നീ സാമ്പത്തികമായി പരാജയപ്പെടുമ്പോൾ ഹല്ലേലൂയ, എത്ര അധ്വാനിച്ചിട്ടും ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ പരാജയങ്ങൾ, ശൂന്യതകൾ, ആമേൻ, ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ മണ്ഡലത്തിൽ എവിടെയാണോ നീ പരാജയപ്പെട്ടത്, ഹല്ലേലൂയ, യേശുവിനോട് പറഞ്ഞാൽ, നീ ഒന്ന് വിശ്വസിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ യേശു മതിയായവനാണ്. അതാണ് വചനത്തിൽ പറയുന്നത്. ആമേൻ. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ലൈവിൽ അല്ലാതെയും ഇതിനു ശേഷവും ആമേൻ ഇത് ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എനിക്ക് പറയുവാനുള്ളത്, നിന്റെ വേദന എന്താണോ ആമേൻ ആരും കാണുന്നില്ലയോ, നിന്റെ ദുഃഖം ആരും കാണുന്നില്ലയോ, നിന്റെ നെടുവീർപ്പ് ആരും കാണുന്നില്ലയോ എന്ന് നീ വിചാരിച്ചുകൊണ്ട് തേങ്ങി കരയുമ്പോൾ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കർത്താവിന് പറയുവാനുള്ളത്, എനിക്ക് നിന്നെ സഹായിപ്പാൻ കഴിയും, നിന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണോ? വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഈ യേശു കർത്താവ് നിന്നെ സഹായിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് കരയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. തലമുറകൾ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ ആത്മിക വളർച്ചയെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ആമേൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി കരയുന്ന മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ.
ആമേൻ. അവരോട് കർത്താവിന് പറയുവാനുള്ളത്, നിന്റെ തലമുറകളെ ഹല്ലേലൂയ നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ സാമ്പത്തിക ശൂന്യതയെ മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ ഏത് വിഷയത്തിനാണോ ഞരങ്ങുന്നത്, എന്ത് വിഷയത്തിനാണോ നീ ആവശ്യബോധത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്, പലപ്പോഴും ഹല്ലേലൂയ എന്റെ വിഷയത്തിന് ഈ ലോകത്തിൽ ആർക്കും സഹായിപ്പാൻ കഴിയുകയില്ല, എന്നെ രക്ഷിപ്പാൻ ആർക്കും കഴിയുകയില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വചന പ്രകാരം കാണുവാൻ കഴിയുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ലെന്ന് വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങൾ, ആമേൻ, നമ്മുടെ അവസ്ഥകളൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് പരിഹരിക്കുവാൻ ഒരു പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിന്റെ ഏത് ആവശ്യമാണോ ഇറക്കി വെക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ വിഷയത്തിന്മേൽ യേശു കർത്താവ് പ്രവൃത്തി മതിയായവനാണ്. ഒരിക്കലും തള്ളിക്കളയാതെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ സംരക്ഷിക്കുന്ന നല്ലവനായ ദൈവത്തെയാണ് സേവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഏത് ആവശ്യവും ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ, നമ്മുടെ സ്നേഹിതനെ പോലെ, നമ്മുടെ ഹല്ലേലൂയ സ്വന്തം എന്ന പോലെ നമുക്ക് ദൈവത്തോട് നമുക്കെല്ലാം പറയുവാൻ കഴിയും. ഹല്ലേലൂയ. നാം പലപ്പോഴും, ആമേൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും ഉറ്റ സ്നേഹിതരും ഹല്ലേലൂയ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നാം തുറന്നു പറയാറുണ്ട്. എന്നാൽ അതേപോലെ തന്നെ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തോട്, യേശു കർത്താവിനോട് നമുക്ക് തുറന്നു പറയുവാൻ ഹല്ലേലൂയ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് അവസ്ഥയാണോ നമ്മുടെ ദൈവത്തോട് നമുക്ക് തുറന്നു പറയുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ഏത് ആവശ്യമാണോ അതെല്ലാം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ യേശു കർത്താവ് അതിന്മേൽ പ്രവർത്തിപ്പാൻ, അതിനുവേണ്ടി മറുപടി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഹല്ലേലൂയ എനിക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ അബ്രഹാം മക്കളില്ലാതെ വളരെ ഭാരപ്പെട്ടതായി കാണുന്നു. ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾ തലമുറയില്ലാതെ ഭാരപ്പെട്ടു. എന്നാൽ ഒരു വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിനെ കാണുന്നു. എബ്രായ ലേഖനത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത ദൈവം എന്നെ സഹായിപ്പാൻ ശക്തനാണ്, എന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന്, ആമേൻ, ആഴമേറിയ ഒരു ഉറച്ച വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. പ്രിയരെ, ഹല്ലേലൂയ. എന്ത് പ്രശ്നമാണോ നീ അഭിമുഖീകരിക്കുന്നത്, എന്ത് വേദനയാണോ അഭിമുഖീകരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന എന്താണോ, ഹല്ലേലൂയ, ഫേസ് ചെയ്യുവാൻ കഴിയാത്ത പ്രശ്നം എന്താണോ, അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുന്നുവെങ്കിൽ അതിന്മേലെല്ലാം കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. പ്രിയരെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഏത് ആവശ്യമാണോ, ഏത് ആവശ്യബോധത്തോടെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സഹായിക്കുന്ന, നമ്മെ കരുതുന്ന, ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നല്ല യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യബോധത്തോടെ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കുവാൻ ഹല്ലേലൂയ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് കുറിവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എന്ന് വചനം പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രിയരെ, ഹല്ലേലൂയ മരിച്ച വിഷയത്തിന്മേൽ യേശുവിനെ ഹല്ലേലൂയ ഉയർപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ഏത് വിഷയമാണോ, രോഗമാണോ, കടഭാരമാണോ, ആമേൻ, ജീവിതത്തിൽ ഡോക്ടർമാർ കൈവിട്ട കേസാണോ, ഹല്ലേലൂയ, പലപ്പോഴും രോഗം വരുമ്പോൾ നാം ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ആമേൻ, എമർജൻസി ആവശ്യങ്ങൾക്കെല്ലാം പോകാറുണ്ട്. സീരിയസ് കേസായാലും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, നമുക്ക് ശ്രമിക്കാം, എന്നാൽ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്ന് ആ ഡോക്ടർമാർ പറയുന്നതായി കാണുന്നു. ഹല്ലേലൂയ. എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാമെന്ന് ആ ഡോക്ടർമാർ ആ രോഗം, ഹല്ലേലൂയ, അവര് നമ്മെ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ പറയും. അതോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും പറയുന്നതായി നമുക്ക് അറിയുന്നു. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പ്രിയരെ. ഹല്ലേലൂയ. എന്നാൽ അവിടെ എന്താണ്, ആ ഡോക്ടർക്ക് അറിയാം ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മാക്സിമം നാം ചെയ്യുന്നുവെങ്കിലും ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ ഡോക്ടർ വാചകം പറയുന്നത്. ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഹല്ലേലൂയ നമുക്ക് സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന, നമ്മെ കൊണ്ട് കഴിയില്ലെന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, ഞാനും നീയും നിരാശപ്പെടുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്,
പ്രിയപ്പെട്ടവരെ, നിരാശയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ വിഷയത്തിന്മേൽ എങ്ങനെ ഒരു പ്രവൃത്തി നടക്കും, എന്റെ വിഷയത്തിന് ഒരു പരിഹാരം എങ്ങനെ സംഭവിക്കുമെന്ന് നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ആമേൻ, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, നീ എന്റെ അടുക്കൽ നിന്റെ ആവശ്യവുമായി കടന്നു വരിക. ഹല്ലേലൂയ, അതാണ് ദൈവത്തിന് പറയുവാനുള്ളത്. നിന്റെ വിഷയവുമായി എന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് യേശുവിന് പറയാനുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ സമയത്ത് ഹല്ലേലൂയ എനിക്കും പറയുവാനുള്ളത്, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് വചനത്തിൽ പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. നിന്റെ ഏത് ഭാരമാണോ നിന്നെ അലട്ടുന്നത്, ഹല്ലേലൂയ, ആ ഭാരത്തിന്മേൽ ഹല്ലേലൂയ യേശു കർത്താവ് പ്രവർത്തിക്കാൻ മതിയായവനാണ്. ആ വിഷയത്തിന്മേൽ യേശു കർത്താവ് ഹല്ലേലൂയ പരിഹാരം തരുവാൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിന്നെ അലട്ടുന്ന ഏത് വിഷയമാണോ, നിന്നെ ഞെരുക്കുന്ന ഏത് വിഷയമാണോ, ആമേൻ, ഹല്ലേലൂയ, ആ വിഷയവുമായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം. വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ പുതിയ നിയമത്തിലൊക്കെ വായിച്ചാൽ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നുവെന്ന് കാണുന്നു. ഹല്ലേലൂയ, ദൈവവചനത്തിൽ ഹല്ലേലൂയ ഈ വചനത്തെ ഉറപ്പിച്ചു പോന്ന പല ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ, ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരങ്ങളിലേക്ക് എന്റെയും നിന്റെയും ഭാരമേറുന്ന വിഷയം, ഹല്ലേലൂയ, വേദനപ്പെടുന്ന വിഷയം നമുക്ക് ഇറക്കി വെക്കുവാൻ വലിയവനായ കർത്താവ് ഈ ദിവസങ്ങളിൽ കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. പാട്ടുകാരൻ പറയുന്നത് പോലെ, അസാധ്യമായി എനിക്കൊന്നുമില്ല എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രിയരെ. ഹല്ലേലൂയ, അതുകൊണ്ട് അസാധ്യമായത് ഒന്നുമില്ലാത്ത യേശു കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരേൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? നിന്റെയും എന്റെയും പ്രശ്നത്തിന്മേൽ, വിഷയത്തിന്മേൽ യേശു കർത്താവ് പ്രവർത്തിപ്പാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എന്നെ ഒന്ന് സഹായിക്കണമേ. ആമേൻ, എന്നെ കൊണ്ട് തനിയെ പറ്റുന്നില്ല എന്റെ പ്രശ്നം പരിഹരിക്കുവാൻ. ഞാൻ എത്ര വിചാരിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല, എന്റെ വിഷയത്തിന്മേൽ ഒരു വിടുതൽ കാണുന്നില്ല എന്ന് നീ നിരാശപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? നിന്റെ പ്രശ്നത്തിൽ പരിഹാരം തരുവാൻ യേശു കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ, നിന്റെ വിചാരങ്ങൾ തെറ്റുമ്പോൾ, ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നീ പലപ്പോഴും നിന്റെ പല വിഷയത്തിന്മേലും വിചാരിക്കുമ്പോൾ, നിന്റെ തലമുറയൊക്കെ ഇങ്ങനെ ആയിത്തീരുമെന്ന് പലപ്പോഴും നീ വിചാരിക്കുമ്പോൾ, നിന്റെ ഭാവി ഇങ്ങനെ ആയിത്തീരുമെന്ന് പലപ്പോഴും നീ വിചാരിക്കുമ്പോൾ, നീ കണക്കുകൂട്ടി വെക്കുമ്പോൾ, ഹല്ലേലൂയ, ഇപ്രകാരം ആയിത്തീരുമെന്ന് നീ പല കണക്കുകൂട്ടലുകളും മനുഷ്യർ കണക്കുകൂട്ടാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പല കണക്കുകൂട്ടലുകളും നാം മാനുഷികമായി ചിന്തിക്കുകയും കണക്കുകൂട്ടി വെക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അപ്രകാരമൊന്നും ആയിത്തീരുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തലമുറ ഇങ്ങനെയായിത്തീരും, നിന്റെ ഭാവി ഇങ്ങനെയായിത്തീരും, മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയായിത്തീരും, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ എനിക്ക് സാമ്പത്തികമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും. ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ ആയിത്തീരുവാൻ എനിക്ക് സാധിക്കുമെന്നൊക്കെ പലപ്പോഴും ഞാനും നീയും ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പലതും വിചാരിക്കുമ്പോൾ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുന്ന ചില ദിവസങ്ങളിലെയോ ചില സാഹചര്യങ്ങളിലെയോ ചില മണ്ഡലങ്ങളിലെയോ, ഹല്ലേലൂയ, ദൈവത്തിന് പറയുവാനുള്ളത്, നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ അവിടെയും ഞാൻ നിന്നെ സഹായിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പോരായ്മകളെയും നമ്മുടെ കുറവുകളെയും, ഹല്ലേലൂയ, നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ച് പലതും കൂട്ടുമ്പോഴും നാം ചെയ്തു കൂട്ടുമ്പോഴും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന നല്ലവനായ യേശു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ യേശുവിന്റെ സന്നിധിയിൽ നിന്റെ വിഷയങ്ങൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ വിഷയങ്ങൾ, ആവശ്യങ്ങളെല്ലാം ഇറക്കി വെക്കുന്നുവെങ്കിൽ നിന്നെ സഹായിപ്പാൻ യേശു ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരങ്ങളിൽ നിന്റെ പ്രശ്നം ഇറക്കി വെക്കാമോ? നിന്റെ ആവശ്യം ഇറക്കി വെക്കാമോ? നിന്റെ ഭാരം എന്താണോ അത് ഇറക്കി വെച്ചാൽ യേശു പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല പ്രിയരെ. ആമേൻ. കുറിവാക്യം ഇപ്രകാരം, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല പ്രിയരെ. അതുകൊണ്ട് ഒരു അസാധ്യമായി ഒന്നുമില്ലാത്തത് കൊണ്ട്, ദൈവത്തെ കൊണ്ട് സകലവും സാധ്യമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഇറക്കി വെച്ചുകൊണ്ട് മുന്നേറുവാൻ
വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചിന്ത ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം തന്ന പ്രിയദാസിയോടും എല്ലാവരോടും, എന്നെ ശ്രവിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.